ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനുള്ളത് തൃപ്പയാറാണ്. തൃപ്പയാർ ആ പാലത്തിൽ നിന്ന് അമ്പലത്തിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ നിന്ന് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ഭംഗി തന്നെ ഉണ്ട്, പറഞ്ഞു തീരാൻ പറ്റില്ല, അങ്ങനത്തെ അത്രയ്ക്ക് ഭംഗിയാണ്. പിന്നെ അവിടെ ബോട്ട് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ട് സഫാരിക്കൊക്കെ പോവുക തൃപ്പയാർ. അപ്പോൾ ഞങ്ങൾ ഇനി തൃപ്പയാർ നേരിട്ടിട്ട് നാട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് യൂസഫലിക്കാടെ വീടും കാണാം. ലലൂല് ഗ്രൂപ്പ് CMD ആണ്, CMDയുടെ വീട് കാണാം. പിന്നെ ആൾ പണിത പള്ളിയൊക്കെ കണ്ട് നമുക്ക് നേരിട്ട് പോവാം. നല്ല നല്ല ബ്ലോക്ക് ഉണ്ട്. ഈ റോഡ് പുതിയത് നടണം. എത്തിയിട്ട് ഭയങ്കര ബ്ലോക്കാണ്. തൃപ്പയാർ നേരിട്ട് പോകണം. തൃപ്പയാർ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ നേരിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ അമ്പലത്തിൻ്റെ കവാടമൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗി തന്നെയാണ്, കവാടമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നേരിട്ടിട്ട് ആ ബ്ലോക്ക് തീരണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ ബ്ലോക്ക് തീരുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരിട്ട് ഇപ്പോൾ നാട്ടിലേക്ക് പോകണം ഇതാണ് കാണുന്നത്. എത്തി. നാട്ടിൽ നിന്ന് ഇപ്പം ബൈപ്പാസ് റോഡ് പണിയാൻ കാരണം മറ്റേ ഹൈവേ പണിയുണ്ടല്ലോ, അപ്പോൾ ആ റോഡ് പണിയാൻ ആ വഴിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് നേരിട്ട് ഇപ്പോൾ നമ്മൾ യൂസഫലിക്കാടെ വീട്ടിലേക്ക് ഇപ്പോൾ തിരിയും. അപ്പോൾ നാട്ടിയുടെ പണ്ട് സെൻറ്ററിലായിരുന്നു. ഇപ്പോൾ റോഡ് പണി നടക്കുന്നവരൊന്നും മനസ്സിലാവില്ല നമുക്ക്. ഞങ്ങൾ നേരിട്ട് ഇപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് നേരെ നാട്ടിയ യൂസഫലിക്കാടെ വീടിൻ്റെ അവിടേക്ക് തിരിയുന്നു. അപ്പോൾ യൂസഫലിക്കാടെ വീട്ടിലേക്കുള്ള വഴിയാണ് കാണുന്നത്. കുറച്ച് ഈ റോഡ് പണി കിടക്കുന്ന കാരണം മോശമായിട്ടുള്ള റോഡാണെങ്കിൽ കാരണം അവിടെ ഇവിടെയൊക്കെ വെട്ടിപ്പൊളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റോഡാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് മഴ പെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ മഴവെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതാ പോണ വഴി. ഇത് മറ്റേ നമ്മുടെ യൂസഫലിക്കാടെ വാപ്പാടെ അനിയൻ്റെ വീടാണ് പണിയുണ്ട്. അപ്പോൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ മതിൽ സൈഡാണ് കാണുന്നത്. പിന്നെ പണി കുറേ നാളായിട്ട് തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നിട്ടില്ല പണി. അപ്പോൾ അവരെ മതിൽ സൈഡാണ് യൂസഫലിക്കാടെ വാപ്പാടെ അനിയൻ്റെ വീടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വീടാണ് കാണുന്നത്. അപ്പോൾ അവരുടെ വീട് പണി ഏകദേശം കഴിഞ്ഞ്, പക്ഷേ എന്നാലും പുറത്ത് കുറേ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ യൂസഫലിക്കാടെ വീട് ഇത് കഴിഞ്ഞിട്ടാണ് യൂസഫലിക്കാടെ വീട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ യൂസഫലിക്കാടെ വീടെത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് CMD വീട് നമ്മളിവിടെ എത്തി. വീടിൻ്റെ മതിൽക്കെട്ടാണ് കാണുന്നത്. ഇതിലേക്ക് കയറാനായിട്ട് ആർക്കും പ്രവേശനമില്ല. അപ്പോൾ ആ വീടിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. വീടുകൾ ഫുള്ളും മതിൽക്കെട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നമുക്ക് ആർക്കും പ്രവേശനമില്ല. ആ യൂസഫലിക്ക ഉണ്ടെങ്കിൽ നമുക്ക് കയറായിരുന്നു, പക്ഷെ ഇപ്പോൾ ആരുമില്ല. യൂസഫലിക്കാടെ വീടെന്ന് കാണുന്നത് വീടിൻ്റെ ഭാഗമാണ് ഫുള്ള് കാണുന്നത്. ഇതാണ് യൂസഫലിക്കാടെ വീട്. ഗ്രൂപ്പ് CMDയുടെ. പിന്നെ ഒരു പുതിയ വീടും കൂടി പണിയുന്നുണ്ട്, അത് കാണിത്തരാം. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് പുതിയ വീട് പണിയണത്. വീടെന്ന് പറയാൻ പറ്റില്ല, ഇത് ഒരു കൊട്ടാരം പോലെ തന്നെ ഉണ്ട്. പണി ഫുള്ളായിട്ട് തീർന്നിട്ടില്ല, പണി നടക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് എടുക്കണത്. ഇത് ആ വീടിൻ്റെ ചുറ്റുമതിലാണ്, ഫുള്ള് ചുറ്റുമതിൽ തന്നെയാണ് അതിൻ്റെ വീട് കാണാൻ തന്നെ നമുക്ക് പറ്റില്ല.
അത് ഇവിടെയും വരെ തന്നെ ചുറ്റുമതിലാണ് കാണുന്നത്. ഇതാണ് ന്യൂസൈലിക്കാട് പുതിയ വീട് പണിയുന്നത്. അത് പണി തീർന്നിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പണിക്കാരുണ്ട്. ഈ സൂമിങ് ഇത്ര ഉള്ളൂ. എനിക്ക് മൊബൈൽ ക്യാമറയിലാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യണത്. വേറെ ക്യാമറ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചോളൂ. അവിടെ ഇതിൻ്റെ അടുത്ത് നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർ കുറേ പേര് ജോലി ചെയ്യാനുണ്ട്. അവരാണ് ഈ കാണുന്നത് കുടുംബശ്രീ. ഇത് യൂസലിക്ക ഇവിടെ നാട്ടിയ മഹല് ജുമാ മസ്ജിദ് പണിത് കൊടുത്തണം. പുതിയൊരു പള്ളിയാക്കി നല്ല ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്ത് നല്ല ഭംഗിയുണ്ട് പള്ളി കാണാനായിട്ട്. ശരിക്കും ഗൾഫ് നാടുകളിലെ പള്ളി പോലെ തന്നെ തോന്നുന്നത്. ഇത് പള്ളിയുടെ അകത്തുള്ള ഭാഗമാണ്. ഗേറ്റിന് അകത്ത് കയറി അവിടത്തുള്ള ഭാഗങ്ങളാണ് കാണുന്നത്. പള്ളി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ശരിക്കും അറബ് സ്റ്റൈല് പള്ളിയാണ് പണിത് കൊടുത്ത് കാണുന്നത് യൂസലിക്ക.